എല്ലാവർക്കും ലേൺ വിത്ത് ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബുക്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ബുക്കാണ്, റീലിലും ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ട്രെൻഡായിട്ട് പോകുന്ന റാം കെയർ ഓഫ് ആനന്ദി. ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് പറയുന്നത്. ഞാൻ നോർമലി ഒരു റിവ്യൂവറൊന്നുമല്ല, ബുക്ക് റിവ്യൂവറൊന്നുമല്ല, ബുക്ക് വായിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ നോർമൽ റിവ്യൂ ചെയ്യുന്ന രീതികളിലൊന്നും എനിക്ക് പറയാൻ അറിയില്ല, ആ ടേംസിലൊന്നും അല്ല. നോർമൽ ഒരു വായനക്കാരൻ്റെ ഒരു വ്യൂവിൽ എന്താണോ എനിക്ക് തോന്നിയത് അതാണ് ഞാൻ ഇന്നുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. റാം കെയർ ഓഫ് ആനന്ദി എന്നൊരു സിനിമാറ്റിക് നോവലാണ്. ഇതിപ്പം നോർമലി ബുക്ക് റീഡേഴ്സിന് മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്തൊരു ബുക്കൊന്നുമല്ല. എല്ലാ തരത്തിലുള്ള വായനക്കാർക്കും ഇത് വായിക്കാൻ പറ്റും. അതായത് ബിഗിനേഴ്സിനും അല്ലെങ്കിൽ നന്നായിട്ട് വായനാശീലമുള്ളവർക്കും, ജസ്റ്റ് ഒരു ബുക്കൊക്കെ ട്രെൻഡിങ് ആണെന്ന് കേട്ടാൽ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ പെട്ടവർക്കും എല്ലാവർക്കും ഒരുപോലെ വായിക്കാൻ നല്ലൊരു ബുക്കാണിത്. സിനിമാറ്റിക് നോവലാണ്. സാധാരണ നമ്മൾ സിനിമാറ്റിക് നോവലാണെന്ന് പറഞ്ഞാലും വായിക്കുമ്പോൾ അവിടെ ഇവിടെ ഒരു ലാഗോ അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് വരത്തില്ല, ഇരുന്ന് വായിക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് നമുക്ക് തോന്നാറില്ല. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഇത് നമ്മൾക്ക് നല്ല തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു നോവലാണിത്. സിനിമാറ്റിക് നോവൽ. ഒരു സിനിമ കണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു സിനിമ എങ്ങനെയാണോ തുടക്കം തൊട്ട് കാണുന്നത്. ഇതിൽ ലവ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു മികച്ച രീതിയിൽ നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളെ ടച്ച് ചെയ്യും. നോവൽ കഴിഞ്ഞിട്ടായാലും ഇപ്പം നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ പോലും നമ്മളെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മുടെ കൂടെ അവരൊക്കെ ഉണ്ടെന്നത് പോലൊരു തോന്നലുണ്ടല്ലോ, അതുപോലത്തെ ഒരു നോവലാണ്. റാമായാലും ആനന്ദി, മല്ലി, രേഷ്മ, വെട്രി, പാട്ടി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നോവലിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മൾ അതുവഴിയൊക്കെ യാത്ര ചെയ്തൊരു ഫീലാണ്. ഇവൻ ചെന്നൈയിൽ പോയി താമസിച്ചവർക്കറിയാം, പേഴ്സണലി ഈ നോവൽ വായിച്ചു തുടങ്ങുമ്പോഴേ ആ ഒരു ചെന്നൈ നമ്മൾ പോയൊരു ഫീലാണ്. നമ്മൾ അതുവഴിയൊക്കെ ആ തെരുവിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് വരും. അതുപോലെയാണ് അഖിൽ പി ധർമ്മജൻ ഈ നോവൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈവനിങ് ടൈമിൽ ഒരു ഫ്ലാറ്റിലിരിക്കുന്ന ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. ചെന്നൈയിലെ ഒരു ഫ്ലാറ്റിൽ ഈവനിങ് ടൈമിൽ വന്നിരിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളവിടെ പോയി ഇരിക്കുന്ന ഒരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുക. ഇത് വായിച്ച് കഴിഞ്ഞവരോട് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് നോർമൽ ഒരു ബുക്ക് റീഡേഴ്സ് അല്ലെങ്കിൽ പോലും സാധാരണക്കാരുടെ ഒരു വായനക്കാരായാൽ പോലും ഇത് വായിച്ച് കഴിഞ്ഞവരോട് നമുക്ക് അവരെപ്പറ്റി കൂടുതൽ മല്ലിയെപ്പറ്റി ആയാലും ആനന്ദിയെപ്പറ്റി ആയാലും കൂടുതൽ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. അത്രയ്ക്കൊരു ബുക്കാണിത്. പക്ഷേ ക്ലൈമാക്സ് വരുമ്പോൾ ഒരു ഹാപ്പി എൻഡിങ് ക്ലൈമാക്സ് അല്ലാത്തതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ഒരു ഹാപ്പി എൻഡിങ് ക്ലൈമാക്സ് അല്ല, ഒരു ഹാപ്പിനെസ് തരുന്നൊരു ബുക്കല്ല എന്ന് പറയാം. എന്നാലും ഇതിൽ കോമഡിയും ലവും സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉണ്ട്, എല്ലാം തുടങ്ങിയൊരു ബുക്കാണ്. പക്ഷേ ക്ലൈമാക്സ് വരുമ്പോൾ ഒരു ഹാപ്പി എൻഡിങ് അല്ല. ചിലപ്പോൾ മേ ബി ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അതിൻ്റെ എൻഡിങ്. എന്തായാലും ഒരു ചെറിയൊരു സങ്കടം നമുക്ക് ക്ലൈമാക്സ് വരുന്നുണ്ട്. എന്നാലും നമുക്കിത് വായിക്കാൻ നല്ലൊരു ബുക്കാണ്. DC ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വായിക്കാൻ നല്ലൊരു ബുക്കാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയും പറയുമ്പം മല്ലിയുടെ ക്യാരക്ടർ എടുത്തു പറയണം. മല്ലി എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡറാണ്. നമ്മൾക്ക് കൂടുതലൊരു ട്രാൻസ്ജെൻഡർ എന്താണെന്ന് അടുത്തറിയാനും ഒക്കെ പറ്റും. നമുക്കൊരു പ്രത്യേക ഇഷ്ടം ഈവൻ നായികയോടൊപ്പം തന്നെ അല്ലെങ്കിൽ നായികയെക്കാളും ഒരു ഇഷ്ടം നമുക്ക് മല്ലിയോട് തോന്നും. അത്രയ്ക്കൊരു നല്ല ക്യാരക്ടറാണ് അത് മല്ലിയുടെ. നമുക്ക് വീണ്ടും മല്ലിയെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു നൊമ്പരമോ അല്ലെങ്കിൽ എവിടെയോ ഒരു ചിരിയോ, അങ്ങനെ ആ ഒരു സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു നല്ല കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അത്രയൊരു ക്യാരക്ടറാണ് മല്ലി. അതുപോലെ രേഷ്മ, വെട്രി, ഇതൊക്കെ റാമിൻ്റെ ഫ്രണ്ട്സാണ്, ഇതിനകത്ത് സുഹൃത്തുക്കളാണ്. അവരൊക്കെ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ നന്നായിട്ട് മനസ്സിലാവും. അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ വെട്രിയും രേഷ്മയും തമ്മിലുള്ള സഹോദര ബന്ധവും ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അതിനകത്തുനിന്ന് വായിച്ചറിയാൻ പറ്റും. ഈവൻ ഈ നോവൽ വായിച്ച് കഴിഞ്ഞൊരു കുറച്ച് ദിവസവും നമ്മുടെ കൂടെ അവരൊക്കെ ഉണ്ട്, അവരിപ്പോൾ എന്തെടുക്കുമായിരിക്കും, അങ്ങനൊരു തോന്നൽ നമുക്ക് വരത്തില്ലേ. അതായത് ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ എന്ത് തോന്നും, അതുപോലെ തന്നെ ഒരു സിനിമാറ്റിക് നോവലാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നൊരു നോവൽ. DC ബുക്സാണ്. ഇപ്പം നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഓഫർ നടക്കുമായതുകൊണ്ട് ഇപ്പോൾ ഓഫറിൽ കിട്ടും. അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ വില 399 രൂപയാണ് ഇവിടുത്തെ പ്രിൻറ്റഡ് പ്രൈസ് കാണിക്കുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഒരു സീരീസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്സിൻ്റെയൊക്കെ റിവ്യൂ, ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ ഇടുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനങ്ങനെ ഫുൾ ടൈം റീഡറല്ല, എന്നാൽ ഞാൻ ബുക്കുകൾ വായിക്കാറുണ്ട്. അപ്പം മനസ്സ് ടച്ച് ചെയ്യുന്ന കുറച്ച് ബുക്കുകളുണ്ടല്ലോ, അതിലേറ്റവും പ്രിയപ്പെട്ടൊരു ബുക്കാണ് എനിക്ക് റാം കെയർ ഓഫ് ആനന്ദി. അന്ന് ഈ പരസ്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു പരസ്യം, അങ്ങനെ ഒരു ബുക്കായിരിക്കുമെന്ന്. എന്നാലും ഇത് കണ്ടിട്ടൊന്ന് മേടിച്ച് നോക്കിയതാണ്. പക്ഷേ ഒരു
വായനയുടെ ആ ഒരു നല്ലൊരു ഫീലിങ്സ് നമുക്ക് കിട്ടും. നമ്മളൊരു ട്രാവൽ ചെയ്ത പോലെ ചെന്നൈയിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് പോയ ഒരു ഫീലിംഗാണ് നമുക്ക് അഖിൽ പി ധർമ്മജൻ തന്നിരിക്കുന്നത്. ഇത് സിനിമയാവുമെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇത് സിനിമയും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഈ ബുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, നോർമൽ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്, വായിച്ച് നോക്കുക. ഞാനൊരു വായനക്കാരി അല്ല എന്ന് പറയുന്നവർക്ക് പോലും ഇത് സിമ്പിളായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് തുടങ്ങുമ്പം സാധാരണ 1-2 ആഴ്ച അല്ലെങ്കിൽ 1 മന്തിലൊക്കെ ബുക്ക് വായിച്ച് തീർക്കുന്ന ആളുകൾ കാണും. പക്ഷേ ടു ബി ഫ്രാങ്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ വായിച്ച് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ വിത്തിൻ 3 days ഇത് വായിച്ച് കഴിയും. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും, അടുത്തതെന്തായിരിക്കും. ഞാൻ വായിച്ച സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു. ഓരോ ക്യാരക്ടർ, ഇപ്പം റാമിൻ്റെ കാര്യമായാലും ആനന്ദിയുടെ കാര്യം, ആനന്ദിയെ പറ്റി കൂടുതൽ അറിയുമ്പോഴൊക്കെ നമുക്ക് അടുത്ത എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ കാണുമല്ലോ. ആനന്ദിയുടെ ആ ഒരു ഇമോഷണൽ ഒരു സ്റ്റേജ് ഉണ്ട്, ആ ഒരു ഇമോഷണൽ ലെവലിൽ കൂടെ ഒക്കെ നമ്മളും ട്രാവൽ ചെയ്യും. സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാനും, സങ്കടം വരുമ്പോൾ കൂടെ സങ്കടപ്പെടാനും ഒക്കെ നമുക്കും നമ്മുടെ ഫീലിങ്സും അങ്ങനെയാവും. അതുപോലെ ഒരു നോവലാണിത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. ഇതുപോലത്തെ ഒരു സീരീസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഫേവറേറ്റ് ബുക്സിൻ്റെ ഒരു സീരീസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്സിൻ്റെ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഞാനത് വായിച്ചതാണെങ്കിൽ ഉടനെ തന്നെ റിവ്യൂ ഇടും, അല്ലെങ്കിൽ ഞാനത് വായിച്ചിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും.